ക്വാണ്ടം ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണല്ലോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് ഈ അൺസർട്ടനിറ്റി? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു പ്രിൻസിപ്പിളായിട്ടൊക്കെ കാണുന്നത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളത് വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വളരെ അറിയപ്പെടുന്നൊരു പ്രിൻസിപ്പിളാണ്. ആ പ്രിൻസിപ്പിളിൻ്റെ വിശദീകരണത്തിലേക്ക് പോകും മുമ്പേ നമ്മൾ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു വയ്ക്കാം. അൺസർട്ടനിറ്റി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ അനിശ്ചിതത്വം എന്നുള്ളതാണ്. അനിശ്ചിതത്വം എന്നുള്ള ഒരു അർത്ഥം നമ്മൾ പൊതുവെ ഭാഷയിൽ ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിലല്ല ക്വാണ്ടം ഫിസിക്സിലോ അല്ലെങ്കിൽ ഫിസിക്സിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് വരണം. അപ്പോൾ ആ അർത്ഥം പറയുമ്പോൾ നമുക്ക് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അതിൻ്റെ ഒപ്പം മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ നമുക്ക് ഇന്നറിയാവുന്ന രൂപത്തിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിൻ്റെ തുടക്കം നമ്മൾ തേടേണ്ടത് ന്യൂട്ടോണിയൻ ഫിസിക്സ് തന്നെയാണ്. ന്യൂട്ടൻ്റെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒബ്ജക്ട്സ്, വസ്തുക്കൾ എങ്ങനെ ചലിക്കുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ന്യൂട്ടൻ്റെ നിയമങ്ങൾ. അപ്പോൾ ന്യൂട്ടൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള വിശദീകരണം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ആ വിശദീകരണത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം, അതിൻ്റെ ഒരു അടിസ്ഥാന ഘടന അത് മനസ്സിലാക്കിയാൽ നമുക്ക് അൺസർട്ടനിറ്റിയുടെ പ്രസക്തി മനസ്സിലാക്കാൻ കൂടുതൽ കൃത്യമായിട്ട് സാധിക്കും. ന്യൂട്ടൻ്റെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ വിശദീകരണങ്ങളെ പൊതുവെ ന്യൂട്ടോണിയൻ ഫിസിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടന യഥാർത്ഥത്തിൽ എന്താണെന്ന് ആദ്യം പറയാം. ന്യൂട്ടൻ ഉദ്ദേശിക്കുന്നത് വസ്തുക്കളുടെ ചലനം കൃത്യമായി പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രൂപം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിശദീകരണം കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ന്യൂട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ന്യൂട്ടൻ അത് ഏതു തരത്തിലുള്ള വസ്തു ആവട്ടെ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് അറിയുമെങ്കിൽ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ വസ്തുവിനുണ്ടാവുന്ന ചലനം എപ്രകാരമാണെന്നുള്ളത് വിശദീകരിക്കാനാണ് ന്യൂട്ടൻ ശ്രമിച്ചത്. നമുക്കിത് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ടുള്ളൊരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം എടുത്തിട്ട് ശ്രമിക്കാം. ഒരു 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 സ്ട്രെയിറ്റ് ലൈനിലൂടെ ചലിക്കുന്ന ഒരു പോയിന്റ് പാർട്ടിക്കിൾ എന്നുള്ള സങ്കല്പം നമ്മൾ സ്കൂളിൽ തന്നെ പലരും പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതും അറിയുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ആവശ്യമില്ലാതെ അതിന് ഏതൊരു സമയത്തും ഒരേ ഒരു പോയിന്റിൽ, ഒരേ ഒരു ബിന്ദുവിൽ മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ പോയിന്റ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഉള്ള അതാണ് ഒരുപക്ഷെ നമുക്ക് ഒരു വസ്തുവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടൊരു, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വസ്തുവായി നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് പാർട്ടിക്കിളിനെയാണ്. അപ്പോൾ ആ പോയിന്റ് പാർട്ടിക്കിളിൻ്റെ കേസിൽ എങ്ങനെയാണ് ന്യൂട്ടൻ്റെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് പാർട്ടിക്കിൾ, ഒരു നേർരേഖയിലൂടെ ചലിക്കുന്ന പോയിന്റ് പാർട്ടിക്കിളിനെ നമുക്ക് ശ്രദ്ധിക്കാം. ഈ പോയിന്റ് പാർട്ടിക്കിൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, സ്ഥിരമായിട്ടുള്ളൊരു ഫോഴ്സ്, ഒരു ബലം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കുക നേർരേഖയിലൂടെ. അങ്ങനെയുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സമയത്തെ അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് പറയണമെങ്കിൽ നമുക്കതിൻ്റെ ആ രേഖയിലുള്ള അതിൻ്റെ ഒരു കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്കത് പറയാൻ സാധിക്കും. ആ രേഖയിലുള്ള ഓരോ പോയിന്റിനെയും
റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് ഉപയോഗിച്ചത് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഈ പാർട്ടിക്കിളിൻ്റെ ചലനം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ചെയ്യുക, പാർട്ടിക്കിൾ ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ആ പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നു. ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഓരോ സമയത്തും പാർട്ടിക്കിൾ ഏത് ലൊക്കേഷനിലാണെന്ന് നോക്കി പോകുന്നു. ഇതാണ് നമ്മൾ ചെയ്യുക. അപ്പം ന്യൂട്ടൻ്റെ ഉദ്ദേശം ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെ ചലിക്കുന്ന പാർട്ടിക്കിളുടെ പൊസിഷൻ ഏതൊരു സമയത്തും പ്രവചിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിശദീകരണം അതിൻ്റെ ചലനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര സമയത്ത് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ വിശദീകരണത്തിൽ നോക്കിയിട്ട് എനിക്കത് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും. അതാണ്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ളൊരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലായതുകൊണ്ട് നമുക്ക് ഇതിന് ഇതിൻ്റെ പൊസിഷൻ ഏതൊരു സമയത്തും പറയാൻ ലളിതമായിട്ടുള്ളൊരു ഇക്വേഷൻ എഴുതിയിടാൻ സാധിക്കും. നമ്മളിൽ പലരും സ്കൂളിൽ തന്നെ അത് കണ്ടിട്ടുള്ളൊരു ഇക്വേഷനാണ്. എക്സ് അറ്റ് ടൈം ടി സെക്കൻഡ്സിൽ ഉള്ള ഈ വസ്തുവിൻ്റെ പൊസിഷൻ എക്സ് എന്നുള്ളതാണ് ഞാൻ ആ നേർരേഖയിലുള്ള കോർഡിനേറ്റായി എടുക്കുന്നത്. അത് നമുക്ക് കിട്ടുന്നത് x0 പ്ലസ് v0 ടൈംസ് ടി പ്ലസ് ഹാഫ് a ടൈംസ് ടി സ്ക്വയർ എന്നുള്ള രൂപത്തിലാണ്. ഇതിൽ ഈ പറഞ്ഞതിൽ a എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആ വേരിയബിൾ, അത് വസ്തു അനുഭവിക്കുന്ന ഫോഴ്സ് F, അതിനെ ഈ പോയിന്റ് പാർട്ടിക്കിളിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് F/m. എഫ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പറയുന്ന എ, അതിനെ നമ്മൾ ആക്സിലറേഷൻ എന്നാണ് സാധാരണ വിളിക്കുക. ആക്സിലറേഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ടൈം ടി സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ കിട്ടുക. ഈ പറഞ്ഞ ആക്സിലറേഷന് പുറമെ ഇക്വേഷനിൽ നമുക്ക് വേറെ രണ്ട് ഇതുപോലുള്ള പാരാമീറ്റേഴ്സ് കൂടി കാണാൻ സാധിക്കും. അതിലൊന്ന് x0 ആണ്, പിന്നൊന്ന് v0 എന്ന് ഞാൻ വിളിച്ചിട്ടുള്ള വേറൊരു പാരാമീറ്റർ. ഇങ്ങനെ രണ്ട് പാരാമീറ്റർ കൂടി ഈ ഇക്വേഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് പാരാമീറ്ററിൻ്റെയും അർത്ഥം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. x0 എന്ന് നമ്മൾ വിളിക്കുന്നത് ടൈം 0 സെക്കൻഡ്സ് ആകുമ്പോൾ, അതായത് ഞാൻ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്. അതേപോലെ v0 എന്ന് നമ്മൾ വിളിക്കുന്നത് ആ സമയത്ത് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം പാർട്ടിക്കിളിന് എത്ര വെലോസിറ്റി ഉണ്ടോ അതാണ് നമ്മൾ v0 എന്ന് വിളിക്കുന്നത്. അപ്പോൾ x0 എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ എന്ന് വിളിക്കാം, v0 എന്നതിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ടൈം ടി സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എന്താണെന്ന് പറയണമെങ്കിൽ അതനുഭവിക്കുന്ന ആക്സിലറേഷന് പുറമെ ഈ രണ്ട് കാര്യങ്ങൾ കൂടി വേണം, x0 v0. ഈ ആക്സിലറേഷനിൽ നിന്നും വ്യത്യസ്തമായ രണ്ട് നമ്പേഴ്സാണ് ഈ കേസിൽ x0 v0. അതെന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് നമ്മളൊരു ബലം ചെലുത്തുന്നത് കൊണ്ട് പാർട്ടിക്കിളിനുണ്ടാവുന്ന ഒരു പ്രതികരണമാണ്, പാർട്ടിക്കിളിനുണ്ടാവുന്നൊരു ചേഞ്ചാണ് ആക്സിലറേഷൻ. അതിനെ നിർണ്ണയിക്കുന്നത് നമ്മൾ കണ്ടതുപോലെ ആ വസ്തുവിൽ എത്ര ഫോഴ്സ്, ആ പാർട്ടിക്കിളിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും പിന്നെ ആ പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണെന്നുള്ളതാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ഫോഴ്സിനെ ആശ്രയിക്കുന്നൊരു കാര്യമാണ് ആക്സിലറേഷൻ. അതേസമയം x0 v0 എന്ന് പറഞ്ഞ ബാക്കി രണ്ട് നമ്പർ, രണ്ട് പാരാമീറ്റേഴ്സ്, അത് രണ്ട് നമ്പറാണ്, കോൺസ്റ്റൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പ്രത്യേകത അത് രണ്ടും ഈ പാർട്ടിക്കിളിൻ്റെ തന്നെ സ്വഭാവമാണ്. നമ്മൾ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം പാർട്ടിക്കിൾ ഏത് എക്സ് കോർഡിനേറ്റിലാണ് അതാണ് x0. ആ സമയത്ത് ആ നിമിഷം അതിന് എത്ര വെലോസിറ്റി ഉണ്ട് അതാണ് v0. അത് രണ്ടും പാർട്ടിക്കിളിനെ സംബന്ധിച്ച വിവരമാണ്. ഫോഴ്സിനെ സംബന്ധിച്ചൊരു വിവരം അതിൽ ആവശ്യമില്ല. അപ്പോൾ
ഇങ്ങനെയുള്ള 2 വിവരങ്ങൾ ചേർത്താൽ മാത്രമാണ് നമുക്ക് ഈ പാർട്ടിക്കിളിൻ്റെ ചലനം കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കൃത്യമായ പ്രവചനം പാർട്ടിക്കിളിൻ്റെ പൊസിഷനെ സംബന്ധിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ അനിവാര്യമായി കൊടുക്കേണ്ട 2 നമ്പേഴ്സാണ് x0, v0. ഇതിനെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ അത് ചലിച്ച് തുടങ്ങുമ്പോഴുള്ള അതിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മളതിനെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോഴുള്ള സമയത്ത് അതിൻ്റെ അവസ്ഥ, ആ അവസ്ഥയാണ് ഈ 2 നമ്പറും ചേർത്ത് പറയുന്നത്, x0ഉം v0ഉം ചേർത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാധാന്യം ഈ 2 നമ്പറുകൾക്കുണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഈ 2 നമ്പറുകൾക്കുണ്ട്. അതിൽ ചലനത്തെ വിശദീകരിക്കണമെങ്കിൽ എനിക്ക് ഈ 2 നമ്പർ ഇൻപുട്ടായി കൊടുക്കണം. ഈ 2 നമ്പറും നമുക്ക് അറിയുമെങ്കിൽ മാത്രമാണ് ചലനത്തിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ ചലനത്തിൻ്റെ പ്രവചനം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ 2 നമ്പറും അറിയുക എന്നുള്ളത് പരമപ്രധാനമാണ് ന്യൂട്ടൻ്റെ മെക്കാനിക്സിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ രീതിയിൽ വസ്തുക്കളുടെ ചലനത്തെ വിശദീകരിക്കാനുള്ള ശ്രമത്തിൽ ഈ 2 നമ്പറും അറിയുക, അതുവഴി ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ പറഞ്ഞ കാര്യം ഇനിഷ്യൽ സ്റ്റേറ്റ് മാത്രമല്ല. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് ഞാൻ വിളിക്കാൻ കാരണം ഞാൻ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള അതിൻ്റെ പൊസിഷനും വെലോസിറ്റി ആയതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് ക്ലോക്ക് ഏത് സമയത്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ സ്റ്റേറ്റ്, അതിനെ തന്നെ ഞാൻ പറയണമെങ്കിൽ ആ സമയത്തെ പൊസിഷനും വെലോസിറ്റിയും പറയണം. അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്ക് ഇതിനെ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കും. പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്തെ സ്റ്റേറ്റ്, അത് ആ സമയത്തെ അതിൻ്റെ പൊസിഷൻ സംബന്ധിച്ച വിവരം. ഈ കേസിലാണെങ്കിൽ ഒരു കോർഡിനേറ്റ്, അതുപോലെ അതിൻ്റെ വെലോസിറ്റി, ആ സമയത്തെ വെലോസിറ്റി. ഇത് രണ്ടും പറഞ്ഞാലാണ് നമുക്ക് ആ ഒരു സമയത്തെ പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നിരീക്ഷണങ്ങളിൽ അളന്നെടുക്കാൻ പറ്റുക, മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ മെഷർ ചെയ്ത് കൃത്യമായി അറിയുമെങ്കിൽ മാത്രമാണ് ന്യൂട്ടൻ്റെ നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ ഉപയോഗപ്പെടുത്തി ഈ പാർട്ടിക്കിളിൻ്റെ ചലനം കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ന്യൂട്ടോണിയൻ ഫിസിക്സിന് ന്യൂട്ടൺ ഫോർമുലേറ്റ് ചെയ്ത, ന്യൂട്ടൺ കൊണ്ടുവന്ന ഒരു രൂപം മാത്രമല്ല ഉള്ളത്. അതിനെ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് കുറച്ചുകൂടി സാമാന്യവൽക്കരിച്ചുള്ള മറ്റ് രൂപങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ലഗ്രാഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു രൂപമുണ്ട്, പിന്നീട് ഹാമിൽട്ടൺ കൊണ്ടുവന്നിട്ടുള്ള ഒരു രൂപമുണ്ട്. ഇതിലൊക്കെ ഈ സങ്കല്പം ഉണ്ട്, ഈ പറഞ്ഞ കാര്യം അടിസ്ഥാനപരമായിട്ട് ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് വരുന്നത് ഹാമിൽട്ടൺ കൊണ്ടുവന്ന രൂപമായതുകൊണ്ട് ഹാമിൽട്ടൻ്റെ ഒരു വിശദീകരണമായിരിക്കും ഈ നമ്മളെടുത്ത ഉദാഹരണത്തിൽ കുറച്ചും കൂടി യോജിക്കുക. അതുകൊണ്ട് ഞാൻ ഇതേ കാര്യം പറയാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ പൊസിഷനും വെലോസിറ്റിയും എന്നുള്ളതിന് പകരം പൊസിഷനും മൊമെൻറ്റവും എന്നുള്ള സങ്കല്പം ഉപയോഗിക്കാൻ പോവാണ്. ഇതിൽ പുതുതായി ഞാൻ പറയുന്ന മൊമെൻറ്റം എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെടുത്ത ഉദാഹരണത്തിൻ്റെ കേസിൽ വളരെ എളുപ്പമാണ്. മൊമെൻറ്റം ആ പാർട്ടിക്കിളിൻ്റെ കേസിൽ അതിൻ്റെ വെലോസിറ്റി, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള വെലോസിറ്റിയെ പാർട്ടിക്കിളിൻ്റെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പറാണ് അതിൻ്റെ മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റം അറിയുക എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി അറിയുന്നതിന് തുല്യം തന്നെയാണ്. പാർട്ടിക്കിളിൻ്റെ മാസ് കൊണ്ട് മൊമെൻറ്റത്തിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് വെലോസിറ്റി അറിയും. അപ്പോൾ സ്റ്റേറ്റ്, ഒരു പാർട്ടിക്കിളിൻ്റെ സ്റ്റേറ്റ് ഒരു സമയത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അതിന് ആ സമയത്ത് നമുക്കറിയേണ്ട സമയത്ത് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും അതിൻ്റെ മൊമെൻറ്റവും അറിയുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒരു പരീക്ഷണത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുമെങ്കിൽ, ഇതിൻ്റെ എത്രയാണ് അതിൻ്റെ പൊസിഷനും എത്രയാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് അത് ഉപയോഗപ്പെടുത്തി എനിക്ക് പാർട്ടിക്കിളിൻ്റെ ചലനം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂട്ടൻ്റെ കാലത്ത് ഈ ന്യൂട്ടൺ
ന്യൂട്ടൻ്റെ കാലത്തും അതിനുശേഷം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ എല്ലാ ഫോർമുലേഷനിലും എല്ലാ അതിൻ്റെ രൂപങ്ങളിലും നമുക്ക് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ കാലം മുതലേ നമ്മൾ അനുമാനിച്ചിരുന്നത് ഇത് നമുക്ക് ഏതൊരു പരീക്ഷണത്തിലും തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. തൃപ്തികരമായിട്ടുള്ള രീതിയിൽ എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള ആക്യുറസിയിൽ നമുക്ക് ആവശ്യമുള്ള കൃത്യതയോടെ ഈ രണ്ട് നമ്പറും, അതായത് പൊസിഷനും മൊമെൻറ്റവും ഏതൊരു സമയത്തും നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് തൃപ്തികരമായിട്ടുള്ള ഒരു മെഷർമെൻറ്റ്, അല്ലെങ്കിൽ തൃപ്തികരമായി അതിനെ അറിയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പരീക്ഷണത്തിൽ ഇതിനെ മെഷർ ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് അറിയണം. ഫിസിക്സിൽ, മെക്കാനിക്സിൽ മാത്രമല്ല, ഫിസിക്സിൽ ഏതൊരു പരീക്ഷണത്തിലും നമുക്കറിയാവുന്ന പോലെ ലാബുകളിലോ അല്ലെങ്കിൽ ആ പരീക്ഷണം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതൊരു സാഹചര്യത്തിലോ ആ പരീക്ഷണം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് ഒരേ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ ഒതുക്കാറില്ല. ഒന്നിലധികം തവണ ആ നിരീക്ഷണം അത് നടത്തി അങ്ങനെ കിട്ടുന്ന നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ അതിൽ നിന്നൊരു വാല്യൂ സ്വീകരിക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉദാഹരണം ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ്റെ ചലനം ഒബ്സർവ് ചെയ്യുന്ന ഒരു പരീക്ഷണമാണെങ്കിൽ അതിൽ ആ പാർട്ടിക്കിളിൻ്റെ ചലനം ഒരു സ്റ്റാർട്ട് ചെയ്തൊരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ ഞാൻ ആ പരീക്ഷണം ആവർത്തിക്കും. ഓരോ തവണയും പാർട്ടിക്കിളിൻ്റെ ആ ചലനം ഒബ്സർവ് ചെയ്ത് ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് ഞാൻ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് ആ പൊസിഷൻ എനിക്ക് കിട്ടിയിട്ടില്ല, പലതവണ ആവർത്തിച്ച ശേഷം എനിക്ക് കിട്ടിയ പൊസിഷൻ്റെ വാല്യൂ പലതവണ കിട്ടും. അതെല്ലാം ഒരേ വാല്യൂ ആവണമെന്നില്ല, അതിൽ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന പൊസിഷൻ വാല്യൂസ് എടുത്ത് നമ്മൾ അതിൻ്റെ ശരാശരി കാണും, ആവറേജ് കാണും. ഈ തരത്തിലാണ് നമ്മൾ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിലെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നിരീക്ഷണങ്ങളിൽ നിന്ന് ഒരു വാല്യൂ, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പൊസിഷൻ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ മീൻ വാല്യൂ ഓഫ് പൊസിഷൻ തീർച്ചയായും നമുക്ക് കിട്ടിയിട്ടുള്ള നിരീക്ഷണങ്ങളിൽ പലതവണ നമ്മൾ ആവർത്തിച്ച് കിട്ടിയിട്ടുള്ള പൊസിഷൻ്റെ പല വാല്യൂസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നാവണം നിർബന്ധമില്ല. ചിലപ്പോൾ അതാവാം, ചിലപ്പോൾ ആവണമെന്നില്ല. ഏത് തന്നെയായാലും നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ വാല്യൂ അതിൽ നിന്നും അല്പം വ്യത്യസ്തമായ വാല്യൂസ് ആവും ബാക്കി നമുക്ക് കിട്ടിയിട്ടുള്ള അധിക ഭാഗം വാല്യൂസ്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കിട്ടിയിട്ടുള്ള വാല്യൂസ് അതിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ 1-2 വാല്യൂസ് മാത്രമേ ശരിക്കുള്ള ആവറേജ് വാല്യൂവിനോട് അടുത്ത് വന്നിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ വാല്യൂ ആയി മാറിയിട്ടാവുള്ളൂ. ബാക്കിയെല്ലാം അതിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യാസമുള്ള വാല്യൂസ് ആവും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ പറയുന്ന വാല്യൂ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുക്കുന്ന മീൻ വാല്യൂ അത് എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്, പൊസിഷൻ വാല്യൂസിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്, റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കണക്കാക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു മാനദണ്ഡം, നമ്മൾ എടുക്കുന്ന മീൻ വാല്യൂ, നമ്മൾ സ്വീകരിക്കുന്ന മീൻ വാല്യൂ, ആക്സെപ്റ്റ് ചെയ്യുന്ന മീൻ വാല്യൂ, അതിൽ നിന്ന് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സിലേക്ക്, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആവർത്തനങ്ങളിൽ കിട്ടിയ ഓരോ പൊസിഷൻ വാല്യൂയിലേക്കുള്ള വ്യത്യാസം നോക്കുക. ഈ വ്യത്യാസം എടുത്ത ശേഷം ഈ വ്യത്യാസങ്ങളുടെ ഒരു ശരാശരി, ശരിക്കും പറഞ്ഞാൽ ആ വ്യത്യാസത്തിൻ്റെ സ്ക്വയർ എടുത്തതിൻ്റെ ശരാശരി കാണും. അത് നമ്മൾ കാണും. അതെന്ത് വിവരമാണ് തരുന്നത്? അത് തരുന്ന വിവരം ശരാശരി നമ്മുടെ മീൻ വാല്യൂവിൽ നിന്ന് ശരാശരി എത്ര അകലത്തിലാണ്, എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇൻഡിവിജ്വൽ വാല്യൂസ്, ഓരോ ആവർത്തനത്തിലും നമുക്ക് കിട്ടിയ വാല്യൂ എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനെ സാധാരണ നമ്മൾ വേരിയൻസ് എന്നാണ് ഈ ശരാശരിക്ക് പറയുക. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വർഗ്ഗമൂലം, സ്ക്വയർ റൂട്ട് എടുക്കാം. ആ സ്ക്വയർ റൂട്ട് എടുത്താൽ അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നും വിളിക്കും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൊസിഷൻ വാല്യൂ ആയ അതിൻ്റെ മീൻ പൊസിഷൻ,
അത് ഈ കിട്ടിയിട്ടുള്ള നിരീക്ഷണങ്ങളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന ഒന്നാവണമെങ്കിൽ ഈ വ്യത്യാസത്തിൻ്റെ ശരാശരി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിച്ചിട്ടുള്ള ആ നമ്പർ, അത് വളരെ ചെറുതായിരിക്കണം. അത് വളരെ വലുതാണെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ നിരീക്ഷണവും ഒബ്സർവേഷനും അത് ശരാശരി പൊസിഷനേക്കാൾ കുറേ അകലെ കിടക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് വളരെ ചെറുതാണെങ്കിൽ അത് കാണിക്കുന്നത് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് ഓരോന്നും ആവറേജിനോട് അടുത്താണ് കിടക്കുന്നത്. വലിയ വ്യത്യാസങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ വ്യത്യാസങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് നമ്മുടെ ആവറേജ് വാല്യൂവിനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുക. വിശ്വസനീയത അത് ചെറിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറുതായിരിക്കുന്ന സമയത്താണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഇവിടെ ഡെൽറ്റ എക്സ് എന്നുള്ള ഒരു നൊട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് നമ്മൾ അൺസർട്ടൻറ്റി പൊസിഷനിലെ അൺസർട്ടൻറ്റി എന്ന ഒരു പദം കൊണ്ട് ഇനി മുതൽ റെഫർ ചെയ്ത് തുടങ്ങാൻ പോകുന്നു. അൺസർട്ടൻറ്റി എന്നതിനെ പറയാൻ കാരണം അത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മീൻ വാല്യൂവിൽ നിന്നുള്ള വ്യത്യാസമാണ് അത് അളക്കുന്നതെങ്കിലും അത് നമുക്ക് തരുന്ന വിവരം മീൻ വാല്യൂവിൻ്റെ വിശ്വാസ്യതയാണ്. അപ്പോൾ അൺസർട്ടൻറ്റി കുറഞ്ഞിരിക്കുമ്പോൾ മീൻ വാല്യൂ കൂടുതൽ വിശ്വാസ്യതയുള്ളതാവും. അൺസർട്ടൻറ്റി കൂടുതലാണെങ്കിൽ മീൻ വാല്യൂ അത്ര കുറവ് മാത്രം വിശ്വാസ്യതയുള്ളതാവും. അപ്പോൾ മീൻ വാല്യൂവിലുള്ള നമ്മുടെ മീൻ വാല്യൂവിലുള്ള നമ്മുടെ സർട്ടൻറ്റി, അതിൻ്റെ എന്താ പറയുക, നമുക്ക് അതിലുള്ള വിശ്വാസ്യത അത് അളക്കുന്ന ഒരു നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എക്സിനെ അൺസർട്ടൻറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെ അളവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചാൽ നമുക്കിനി ഇതേ കാര്യം മൊമെൻറ്റത്തിൻ്റെ കേസിലും പറയാൻ സാധിക്കും. ഇതേപോലൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഇതേപോലെ ഒരു പരീക്ഷണം എനിക്ക് മൊമെൻറ്റം അളക്കാനും സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് കാണാം. ഈ മൊമെൻറ്റം ഞാൻ അളക്കേണ്ടത് ഒരേ പരീക്ഷണത്തിൽ തന്നെയാണ്, അത് ശ്രദ്ധിക്കണം. കാരണം എനിക്ക് അറിയേണ്ടത് പൊസിഷനും മൊമെൻറ്റവും ആ പാർട്ടിക്കിൾ ഒരു പ്രത്യേക സമയത്ത് എത്തുമ്പോൾ, ഒരു പ്രത്യേക സമയത്തുള്ള ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മൊമെൻറ്റമാണ് അറിയുന്നത്. അപ്പോൾ പൊസിഷൻ അളക്കുന്ന അതേ സമയത്ത് വേണം എനിക്ക് മൊമെൻറ്റോ അളക്കാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ പരീക്ഷണത്തിൻ്റെ പൊസിഷൻ അളക്കുന്ന പരീക്ഷണത്തിൽ ഒപ്പം തന്നെ ഞാൻ മൊമെൻറ്റം അളക്കുന്ന പരീക്ഷണവും നടത്തിയിരിക്കണം. അങ്ങനെ നടത്തിയാൽ എനിക്ക് പൊസിഷൻ്റെ വാല്യൂ ആയിട്ട് ഒരു പറ്റം വാല്യൂ കിട്ടിയതുപോലെ തന്നെ മൊമെൻറ്റത്തിൻ്റെ ഒരു കൂട്ടം വാല്യൂ എനിക്ക് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് മൊമെൻറ്റത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കാം. അതിനെ നമ്മൾ മീൻ വാല്യൂ, അതിനുവേണ്ടി നമുക്ക് മീൻ അല്ലെങ്കിൽ ശരാശരി മൊമെൻറ്റം വാല്യൂ എടുക്കാം, ആവറേജ് മൊമെൻറ്റ്. പിന്നെ പൊസിഷൻ്റെ കേസിൽ ചെയ്തതുപോലെ തന്നെ ഈ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ശരാശരി മൊമെൻറ്റത്തിൻ്റെ വിശ്വാസ്യത അത് അളക്കാൻ വേണ്ടി ഒരു അൺസർട്ടൻറ്റി ഡെൽറ്റ പി അത് നമുക്ക് അതേ രീതിയിൽ കണ്ടെത്താം. മൊമെൻറ്റത്തിൻ്റെ ശരാശരിയിൽ നിന്നും ഇൻഡിവിജ്വൽ വാല്യൂസ്, ഓരോ നമ്മളുടെ നിരീക്ഷണങ്ങളിൽ കിട്ടിയിട്ടുള്ള ഓരോ മൊമെൻറ്റം വാല്യൂവും എത്ര അകലത്തിൽ കിടക്കുന്നു എന്ന് നോക്കുക, അതിൻ്റെ ശരാശരി എടുക്കുക. അതാണ് ഡെൽറ്റ പി. അപ്പോൾ ന്യൂട്ടൻ്റെ ഈ വിശദീകരണം ഏറ്റവും നന്നായി വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിരുന്നത് ഈ ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും പൊസിഷൻ അറിയാനുള്ള അൺസർട്ടൻറ്റിയും മൊമെൻറ്റം അറിയാനുള്ള അൺസർട്ടൻറ്റിയും നമുക്ക് എത്ര കണ്ട് ചെറുതായി അറിയണമോ, എത്ര തന്നെ കൃത്യമായി അറിയണമോ അത്രയും കൃത്യതയോടെ അറിയാൻ സാധിക്കും എന്നുള്ള ഒരു അസംഷൻ, ഒരു ധാരണ, മുൻധാരണ, അതിൻ്റെ പുറത്താണ് ന്യൂട്ടൻ്റെ വിശദീകരണം കൃത്യമായിട്ട് വർക്ക് ചെയ്തു വന്നിരുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമെന്ന് കരുതിയിരുന്നത്. അപ്പോൾ ന്യൂട്ടൻ്റെ വിശദീകരണം കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും നമുക്ക് എത്ര കണ്ട് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാൻ സാധിക്കണം. അപ്പോൾ ഇതാണ് ശരിക്ക്, ഇവിടെയാണ് ഈ അൺസർട്ടൻറ്റി എന്നുള്ള സങ്കല്പം ശരിക്ക് വരുന്നത്. അത് ക്ലാസിക്കലി അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ കാലം മുതൽക്ക് തന്നെ ഉണ്ട്. എന്നാൽ ഇത് എത്രത്തോളം അന്ന് പ്രസക്തമായിരുന്നു ചോദിച്ചാൽ അവർ അതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിച്ചിരുന്നില്ല. അവരെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ അസ്യൂം ചെയ്തിരുന്നത്, അനുമാനിച്ചിരുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ള അത്ര കൃത്യതയോടെ ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് അളന്നെടുക്കാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളതാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ എക്സ് വേണമെങ്കിൽ എനിക്ക് 0 ആക്കാം. വളരെ കൃത്യമായിട്ട് പൊസിഷൻ അളക്കാനുള്ള ഒരു ഉപകരണം ഇൻസ്ട്രുമെൻ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് വേണമെങ്കിൽ എനിക്ക് 0 ആക്കാം. അതുപോലെ ഡെൽറ്റ പിയും 0 ആക്കാം. രണ്ടും ഒരേ സമയത്തും അളക്കാനും സാധിക്കും എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ കാലത്ത് മുതലുള്ള ഒരു മുൻധാരണ. അപ്പോൾ ഇവിടെയാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഒരു പ്രസക്തി വരുന്നത്. ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് നമ്മളിവിടെ കാണേണ്ടത്? പ്ലാങ്കിന് ശേഷം പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മുടെ പിക്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൺവെൻഷനലായിട്ട് നമുക്ക് അറിയാവുന്ന അൺസർട്ടനിറ്റി ക്വാണ്ടം മെക്കാനിക്സ് വന്നതോടുകൂടി എങ്ങനെയാണ് ഒരു മാറ്റം അവിടെ ഉണ്ടായത്? എന്ത് മാറ്റമാണ് അവിടെ എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടായത്? ഇപ്പോൾ ക്വാണ്ടം തിയറിയുടെ വരവോടെ വന്ന ഒരു പ്രധാന വ്യത്യാസം നമുക്ക് അതുവരെ അറിവില്ലാതിരുന്ന ചില പ്രതിഭാസങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും നമുക്ക് കിട്ടാൻ തുടങ്ങിയിരുന്നു. ആ വിശദീകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉദാഹരണങ്ങളാണ് നമ്മൾ ഒരുപക്ഷെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന ആ പ്രശസ്തമായിട്ടുള്ള പരീക്ഷണത്തിലും അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും മറ്റും പോലെയുള്ള പല പരീക്ഷണങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് വിശദീകരണം കൊടുക്കാൻ വേണ്ടി അന്ന് ആവശ്യമായി വന്ന ഒരു പുതുതായി അതുവരെ അറിവില്ലാതിരുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, ഒരു സ്ഥിരാങ്കം. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അത് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷനിലെ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ്റെ ഊർജം എത്ര, ഓരോ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ്റെ ഊർജം എത്ര എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് മാക്സ് പ്ലാങ്ക് അങ്ങനെ ഒരു സ്ഥിരാങ്കം, അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അതിനെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതിൻ്റെ മൂല്യം, അതിൻ്റെ വാല്യൂ നമുക്ക് SI യൂണിറ്റ്സിൽ എഴുതാൻ സാധിക്കും. ഏകദേശം 6.63 6.63 ടൈംസ് 10⁻⁻34 ജൂൾസ് സെക്കൻഡ് ആണ് അതിൻ്റെ വാല്യൂ. അത് വളരെ ചെറിയൊരു സംഖ്യയാണ് SI യൂണിറ്റ്സിൽ. അപ്പോൾ ഇത്തരമൊരു കോൺസ്റ്റൻ്റ് നമുക്ക് പുതുതായിട്ട് ഫിസിക്സിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രിൻസിപ്പിൾ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉള്ളത്. അതിനെ ഒരു പ്രിൻസിപ്പിൾ എന്ന് നമ്മൾ വിളിക്കാൻ കാരണം അത് അതുവരെ അറിവുള്ള കാര്യങ്ങളിൽ നിന്നും ആർഗ്യൂ ചെയ്തെത്തിയതോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ വഴി എത്തിച്ചേർന്നതോ അല്ല. എന്ന് വെച്ചാൽ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ തന്നെ നമുക്കറിവുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ആർഗ്യൂ ചെയ്ത് അതിൽ നിന്നും ഫർദറായി അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി വാദിച്ചെത്താൻ പറ്റുന്ന ഒരു സങ്കല്പമല്ല ക്വാണ്ടം തിയറിയിലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതുകൊണ്ട് തന്നെ അത് പുതുതായി പോസ്റ്റുലേറ്റ് ചെയ്യപ്പെട്ട, ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഒരു പ്രിൻസിപ്പിൾ, ഒരു തത്വം എന്നുള്ള നിലയിൽ തന്നെയാണ് ആ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ പറഞ്ഞ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ഫിസിക്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഡെൽറ്റ എക്സ്, ഡെൽറ്റ പി എന്നുള്ള രണ്ട് അൺസർട്ടനിറ്റി നമ്പേഴ്സ് ഉണ്ട്. പൊസിഷണൽ അൺസർട്ടനിറ്റിയും മൊമെൻറ്റത്തിൽ അൺസർട്ടനിറ്റിയും. ആ ഡെൽറ്റ എക്സിൻ്റെയും ഡെൽറ്റ പിയുടെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ ടേംസിൽ നമുക്ക് പറയാൻ സാധിക്കും. ഏറ്റവും ലളിതമായിട്ടുള്ള രൂപത്തിൽ ആദ്യം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എഴുതിയിട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് പറയാം. ക്വാണ്ടം തിയറിയിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രസക്തി പറയാം. അപ്പോൾ ഡെൽറ്റ എക്സ്, ഡെൽറ്റ പി എന്നുള്ളത് എപ്പോഴും അതിൻ്റെ പ്രോഡക്റ്റ്, ഡെൽറ്റ എക്സിൻ്റെയും ഡെൽറ്റ പിയുടെയും പ്രോഡക്റ്റ് നമ്മൾ കണ്ടാൽ അത് ഏറ്റവും ചുരുങ്ങിയത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിനെ 4 times π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എത്രയോ ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും ആവണം എന്നുള്ളതാണ്
അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ ഗണിത രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ന്യൂട്ടോണിയൻ വിശദീകരണങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ വിശദീകരണം ആ പാർട്ടിക്കിളിൻ്റെ മോഷൻ എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അതിൽ ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും എനിക്ക് താല്പര്യമുള്ളത്ര കൃത്യതയിൽ, അതായത് വേണമെങ്കിൽ ഡെൽറ്റ എക്സ് 0 ആയും അതുപോലെ ഡെൽറ്റ പിയും 0 ആയും കിട്ടുന്ന രീതിയിൽ അളന്നെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് ആ ഒരു കാര്യം ചേർത്ത് വയ്ക്കാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അസാധ്യമായി മാറിയിരിക്കുന്നു. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഡെൽറ്റ എക്സോ ഡെൽറ്റ പിയോ, അതായത് പൊസിഷനിലെ അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ മൊമെൻറ്റത്തിലെ അൺസർട്ടനിറ്റി ഡെൽറ്റ പി, ഇത് ഓരോന്നും ഇൻഡിവിജ്വലായി എടുക്കുമ്പോൾ, ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ വേണ്ടത്ര ചെറുതാക്കാൻ ശ്രമിക്കാം. പക്ഷേ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ, രണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഡെൽറ്റ എക്സിൻ്റെയും ഡെൽറ്റ പിയുടെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതൊരിക്കലും ഈ പറഞ്ഞ നമ്പറായിട്ടുള്ള h/4π, എച്ച് എന്നുള്ളത് കൊണ്ട് ഞാൻ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഉദ്ദേശിച്ചത്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ മൂല്യത്തിനെ 4π കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ നമ്പറിനേക്കാൾ ഒരിക്കലും ചെറുതായിക്കൂടാ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ എക്സ് നമ്മൾ എത്ര കണ്ട് ചെറുതാക്കാൻ നോക്കുന്നോ അത്ര കണ്ട് ഡെൽറ്റ പി വലുതായി വരണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഏറ്റവും ചുരുങ്ങിയത് h/4π എങ്കിലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം പറയാൻ സാധിക്കുന്നത് ഇത് പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും മെഷർമെൻറ്റ് നമ്മൾ നടത്തിയാൽ അതിന് വയ്ക്കാവുന്ന അതിൽ അത്തരം മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും വാല്യൂ അറിയാൻ കഴിയുന്നതിന് വയ്ക്കുന്ന ഒരു പരിധി ആണെന്ന് വേണമെങ്കിൽ പറയാം. എത്ര കൃത്യതയോടെയാണ് നമുക്ക് പൊസിഷൻ്റെ വാല്യൂ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കുക? അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് മെഷർ ചെയ്ത് അറിയാൻ ശ്രമിക്കുമ്പോൾ അവയുടെ കൃത്യത എത്രത്തോളം ആവാം എന്നുള്ളതിനൊരു പരിധി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് ഇത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സങ്കല്പങ്ങളാകെ ന്യൂട്ടൻ്റെ കാലം മുതൽക്ക് നിലവിലുള്ള മെക്കാനിക്സിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിലെ തന്നെ ഒരു പ്രധാന ഭാഗമാണ് മെക്കാനിക്സ്. അതുകൊണ്ട് ഫിസിക്സിലെ പൊതുവേ ഉള്ള സങ്കല്പങ്ങൾക്ക് വലിയ ഒരു മാറ്റമാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ മാറ്റം തീർച്ചയായും നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ ചില പരിധികളുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളതാണ് വയ്ക്കുന്നത്. ഈ പരിമിതി നമുക്ക് ഉപകരണങ്ങളിലെ കൃത്യത കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൃത്യമായിട്ട് അളന്നെടുക്കുന്നതുകൊണ്ട് മാത്രം മറികടക്കാൻ പറ്റുന്നതല്ല. ഇത് വളരെ അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു പരിമിതിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിലെ ഈ അൺസർട്ടനിറ്റിയുടെ ഒരു പ്രാധാന്യം അത് വളരെ അടിസ്ഥാനപരമാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ, ക്വാണ്ടം ഫിസിക്സിൻ്റെ തന്നെ അല്ലെങ്കിൽ ക്വാണ്ടം തിയറിയുടെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇത്തരമൊരു ധാരണ മുന്നോട്ട് വരുന്നതോടെ ഇപ്പോൾ നമുക്ക് ഇനി ചോദിച്ച് ക്വാണ്ടം ഫിസിക്സിൽ തന്നെ നമുക്ക് എത്ര ഈ രീതിയിലുള്ള ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ രീതിയിലുള്ള വിശദീകരണങ്ങൾ അത്തരം വിശദീകരണങ്ങൾ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കറിയാം അതിന് പൊസിഷനും മൊമെൻറ്റവും കൃത്യമായി സൈമൾട്ടേനിയസ് ആയി ഒരേ സമയം മെഷർ ചെയ്യാൻ സാധിക്കണം. അത്തരം മെഷർമെൻറ്റ്സ് സാധ്യമല്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ഇങ്ങനെയല്ലാത്ത മറ്റേതെങ്കിലും വിശദീകരണങ്ങളുണ്ടോ, ഇത് അളന്നെടുക്കേണ്ടതില്ലാത്ത മറ്റു രീതിയിലുള്ള വിശദീകരണങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നൊരു ചോദ്യം. അപ്പോൾ
അത്തരം വിശദീകരണങ്ങൾ തേടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾക്കപ്പുറത്തേക്ക് ഉള്ള ചില നിയമങ്ങൾ ഒരുപക്ഷെ പ്രകൃതിയിൽ ഉണ്ടാവാമെന്നും വസ്തുക്കളുടെ ചലനത്തെ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കാമെന്നും അതെന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു 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 പ്രിൻസിപ്പിളാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.